ഇവിടെ പരിശോധിക്കുക. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ നോക്കിയിട്ടാണ് നമ്മൾ മൊബൈൽ ഫോണൊക്കെ വാങ്ങുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിലെ ക്യാമറ ഇപ്പോൾ പഴയ ക്യാമറ പോലെയല്ല, ഒരുപാട് ഫീച്ചറുകൾ ക്യാമറക്കകത്തുണ്ട്. പല ആളുകൾക്കും അറിയില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ഫീച്ചറുകളാണ്, ക്യാമറക്കകത്തുള്ള കുറച്ചധികം ഫീച്ചറുകളാണ് നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാമറ ഓപ്പൺ ചെയ്യാം. ക്യാമറ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറക്കകത്ത് ഇപ്പോൾ ഇവിടെ മുകളിലോട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഐക്കൺ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലാഷ് ലൈറ്റ്, നിങ്ങളുടെ ക്യാമറയ്ക്ക് ലൈറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഫ്ലാഷ് ഓഫ്, ഓൺ, ഓട്ടോ, ഓൾവേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൺ ആണെങ്കിൽ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത്, ഇപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ രാത്രിയിലൊക്കെ ഓൺ ചെയ്തുകൊണ്ട് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് എടുക്കാൻ സാധിക്കും. ഇനി ഓട്ടോ ഭാഗത്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലാഷ് തരും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇരുട്ടാണെങ്കിൽ അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ക്യാമറ ഫ്ലാഷ് ലൈറ്റ് കത്തും. ഇനി ലൈറ്റുള്ളിടത്താണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഓൾവേസ് ഓൺ ഉണ്ട്. എല്ലാ സമയത്തും നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അത് നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ AI, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇവിടെ AI ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും ജസ്റ്റ് AI എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ട കളർഫുള്ളായിട്ടുള്ള ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒക്കെ നൽകിയിട്ട് നിങ്ങൾക്ക് AI തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തു തരും. അതായത് നിങ്ങൾ എടുക്കുക ഫോട്ടോ, പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോയ്ക്ക് AIയുടെ ഒരു സഹായം നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു കളർഫുള്ളായിട്ടുള്ള ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇത് നമ്മൾ സാധാരണ ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടും അതുപോലെ ഇതുപോലെ ക്യാമറ ഓപ്പൺ ആയി വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. നമുക്ക് ആദ്യത്തിൽ ട്രാൻസ്ലേറ്റ് ആണുള്ളത്. ഈ ട്രാൻസ്ലേറ്റ് ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിനകത്തുള്ള ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇവിടെ മുകളിൽ കാണാം. ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് എന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾ നേരെ ഇംഗ്ലീഷ് ടു മലയാളം എന്നുള്ളിടത്തേക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കാണാൻ സാധിക്കും. ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് സെലക്ട് ചെയ്തു. ഞാനിവിടെ ഒരു മെസ്സേജ് വെച്ചിരിക്കുകയാണ്. കാണാൻ സാധിക്കും ഇംഗ്ലീഷ് മെസ്സേജാണ്. അത് നമുക്ക് മലയാളത്തിലേക്ക് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ നമുക്ക് മലയാളം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെർച്ച് ഓപ്ഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോയി ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ആ പ്രോഡക്റ്റിൻ്റെ വില ഷോപ്പിൽ കാണിക്കുന്നതും ഓൺലൈനിൽ കാണിക്കുന്നതും കറക്റ്റാണെന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ QR കോഡ് ഇതുപോലെ സ്കാൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് ഈ ലെൻസ് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ കീബോർഡിൻ്റെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ കീബോർഡുമായി ബന്ധപ്പെട്ട അതിൻ്റെ റൈറ്റും കാര്യങ്ങളും കീബോർഡിൻ്റെ ടിപ്സുകളൊക്കെ കാണിക്കുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് ഹോംവർക്ക് ഉണ്ട്. നിങ്ങൾ പാഠഭാഗങ്ങൾ, കുട്ടികൾക്ക് പുസ്തകത്തിലൊക്കെ ഉള്ള ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചോദ്യം ഇതുപോലെ ഹോംവർക്ക് ഭാഗത്ത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ അവസാനം കാണുന്ന ഈ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചറുകളുണ്ട്. നിങ്ങളുടെ സ്ക്രീൻ വലിപ്പം കൂട്ടാനോ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻ വേണമെങ്കിൽ 1:1 മാറ്റാം. ചെറിയ സ്ക്രീനായി മാറും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 16:9 മാറ്റാം, വലിയ സ്ക്രീനാക്കി മാറ്റാൻ സാധിക്കും. ഇതുപോലെ സ്ക്രീനിൻ്റെ സൈസ് മാറ്റാനും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഫോട്ടോസുകൾ കളക്ട് ചെയ്യാനുള്ള ഓട്ടോ HDRലൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഓരോന്നും ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് നോക്കുക. നല്ല ഒരു ക്വാളിറ്റിയും നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവസാനം കാണുന്ന ഈ സെറ്റിങ്സ് ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സെറ്റിങ്സ് ഓപ്പൺ ആയി വരും. ഇവിടെ വാട്ടർമാർക്ക്, പല ആളുകളും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പേരൊക്കെ ചില ഫോട്ടോ എടുക്കുമ്പോൾ കാണാം, ആ പേര് നിങ്ങൾക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി വാട്ടർമാർക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേരൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ വാട്ടർമാർക്ക് എനേബിൾ ചെയ്ത് ഫോട്ടോസിനാണോ വീഡിയോസിനാണോ വേണ്ടതെന്നുള്ളത് ആ ഫോട്ടോസ് വീഡിയോസ് ആണെങ്കിൽ രണ്ടും സെലക്ട് ചെയ്യാം. ഇനി ഓരോന്ന് വേറെ വേറെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ ലൊക്കേഷൻ, ടൈം, കാര്യങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. ലൊക്കേഷൻ, ടൈമൊക്കെ എനേബിൾ ചെയ്താൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന കൃത്യമായ സ്ഥലം കാണിക്കും. ഇനി മൊബൈൽ ഫോണിൻ്റെ മോഡൽ കാണിക്കണമെങ്കിൽ ഇവിടെ മുകളിൽ കാണുന്ന ഡിവൈസ് മോഡൽ ഉള്ളത് അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. മൊബൈലിൻ്റെ ആ ഒരു മോഡൽ ഏതാണെന്ന് കാണിക്കില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റം ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ലൈവ് ടിപ്സ് മീഡിയ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോട്ടോയിൽ ആ ലൈവ് ടിപ്സ് മീഡിയ എന്ന് കാണും, ഡേറ്റ് കാണും, നമ്മൾ എവിടെ നിന്നാണ് ലൊക്കേഷൻ എന്നുള്ളതും കാണാൻ സാധിക്കും. ടെക്സ്റ്റിൻ്റെ സൈസ് നിങ്ങൾക്ക് ലാർജ് ആണോ വേണ്ടത്, മീഡിയം ആണോ വേണ്ടത്, സ്മോൾ ആണോ വേണ്ടത് എന്നുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പൊസിഷൻ, നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ നമ്മുടെ വാട്ടർമാർക്കും പേരും അഡ്രസ്സും ഒക്കെ ഏത് പൊസിഷനിലാണ് വേണ്ടത്, റൈറ്റ് സൈഡിലാണോ അതുപോലെ ലെഫ്റ്റ് സൈഡിലാണോ, ടോപ്പ് ലെഫ്റ്റ് സൈഡിലാണോ എന്നൊക്കെയുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത്
നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഏത് ദിവസമാണ് ഏത് ലൊക്കേഷനിലാണ് എന്ന് കൃത്യമായിട്ട് അറിയാനും പിന്നീട് ആ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ലൊക്കേഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മിറർ സെൽഫി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. പല ആളുകളും സെൽഫി എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തല തിരിഞ്ഞ് കാണാറുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ഭാഗം നിങ്ങൾക്ക് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചർ നമ്മൾ പരിശോധിച്ചു. താഴെ ഭാഗത്തേക്ക് വന്നാൽ നൈറ്റ് മോഡുണ്ട്. നൈറ്റ് മോഡിൽ ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നൈറ്റ് മോഡിലേക്ക് മാറ്റാം. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും പോർട്രേറ്റ് മോഡിലേക്ക് മാറ്റാനും അതുപോലെ തന്നെ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ സ്കാൻ ചെയ്യാനും അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ് ചെറിയ ഫോട്ടോകളൊക്കെ സൂം ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. പനോരമ ഓപ്ഷനുകളുണ്ട്. ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇതെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക്